ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓല S1 Pro Gen 2ൻ്റെ ഒരു റിവ്യൂ. ഏകദേശം ഒരു 5000 കിലോമീറ്ററോളം ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുവരെ ഓടിച്ചിട്ടുള്ള എൻ്റെ ഒരു ഫീഡ്ബാക്കാണ് ഞാൻ അറിയിക്കുന്നത്. അപ്പം ഞാൻ വണ്ടിയെക്കുറിച്ച് വലിയ ഗ്രാഹ്യമുള്ള ആളൊന്നുമല്ല. അപ്പം എനിക്ക് ആ വണ്ടിയിൽ നിന്ന് തോന്നിയ നെഗറ്റീവും പോസിറ്റീവും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാം, വീഡിയോയിലോട്ട് തന്നെ പോകാം. അപ്പോൾ എൻ്റെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ Gen 2 മോഡലാണ്. ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ February 13 ഏകദേശം ഒരു 10 ദിവസം എടുത്തിട്ടാണ് എനിക്ക് വണ്ടി കിട്ടിയത്. അപ്പം നമ്മുടെ Gen 3 ഇറങ്ങുന്നതിനൊരു 2-3 ദിവസം മുമ്പോ 2-3 ആഴ്ച മുമ്പാണ് എനിക്ക് വണ്ടി കിട്ടിയത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഈ വണ്ടിയുടെ ഒരു ഡിസ്പ്ലേ തന്നെയാണ് മെയിൻ. കാരണം വലിയ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു മൊബൈൽ യൂസ് ചെയ്യുന്ന പോലെ നമുക്കിതെല്ലാം യൂസ് ചെയ്യും. അതിൻ്റെ വൈഫൈ കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ ബ്ലൂടൂത്ത്, പിന്നെ ഡാർക്ക് മോഡ് ആക്കണോ ആ ഒരു ഇത്, പിന്നെ നമുക്ക് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ സേഫ്റ്റി ലൈറ്റ്, അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ളത് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കീ ഇല്ല. മെയിനായിട്ട് നമുക്ക് ഇത് പാസ്വേഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു 6 പാസ്വേഡാണ്. അത് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഫിക്സ് ചെയ്യാം. ഒരു 4 അറ്റംപ്റ്റ് കഴിഞ്ഞാൽ ഇത് ലോക്കാവുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഇതിനുള്ള കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പവർ സ്റ്റാർട്ടാണ്. അപ്പം ഫസ്റ്റ് നമുക്ക് വണ്ടി ഓൺ ആക്കണമെങ്കിൽ തന്നെ നമ്മൾ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ബ്രേക്കിൽ പിടിക്കുക. ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓൺ ആകത്തില്ല. നമ്മൾ ബ്രേക്ക് പിടിക്കുക, അതുപോലെ തന്നെ ഈ സ്വിച്ചിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ വണ്ടി ഓൺ ആവും. നമുക്ക് അതിനു മുമ്പ് തന്നെ സ്റ്റാൻഡ് എടുക്കേണ്ട ഒരു ഇതുണ്ട്. കാരണം സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഓൺ ആവത്തില്ല. സ്റ്റാൻഡ് എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ബ്രേക്ക് പിടിക്കുക, സ്വിച്ച് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ തന്നെ ഓൺ ആവും. ഓൺ ആയതിനു ശേഷം ഈ വരുന്ന സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഡ്സാണ്. അതായത് ഈ വണ്ടിക്ക് 4 മോഡാണ് വരുന്നത്. ഒന്ന് എക്കോ, ഒന്ന് നോർമൽ, പിന്നെ സ്പോർട്സ്, ഒന്ന് ഹൈപ്പർ. അപ്പം നമുക്ക് ഇതിന് സ്പോർട്സ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇതിൽ ഒരു വട്ടം ഞെക്കുക, അപ്പോൾ സ്പോർട്ടായിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പറിന് ഒന്നുകൂടെ ഞെക്കി കഴിഞ്ഞാൽ ഹൈപ്പറായി, പിന്നെ ഒന്നുകൂടെ ഞെക്കി കഴിഞ്ഞാൽ നോർമലായി. അപ്പോൾ എക്കോ മോഡിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നത്. അപ്പോൾ എക്കോ മോഡ് ആവണമെങ്കിൽ ഏകദേശം നമ്മളിത് കുറച്ച് നേരം ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക, വേറെ ഒന്നിനും ഞെക്കേണ്ട, ആ ഒരു മോഡിൽ തന്നെ ഞെക്കിയിരിക്കുക. ഇതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഇപ്പം ഞാൻ റണ്ണിങ്ങിൽ തന്നെ നമുക്ക് ഇതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് സൗണ്ട് കൂട്ടാം. അതായത് ഇപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് കണക്ട് ചെയ്തിട്ട് നമ്മൾ പാട്ടിട്ടതിന് ശേഷം ഇത് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും, ഇത് പൗസ് ചെയ്യാനും, പിന്നെ അതിനുശേഷം പ്ലേ ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ് ഇത്. ഇവിടെ ഇത്രയാണുള്ളത്. ഇനി ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിവേഴ്സ് ഗിയർ. വണ്ടി നമുക്ക് റിവേഴ്സ് ഗിയർ അത് റണ്ണിങ് പറ്റത്തില്ല, നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറ്റും. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഡിമ്മും ബ്രൈറ്റും ആണ്. പിന്നെ ഇത് നമുക്ക് ഇൻഡിക്കേറ്റർ 2 സൈഡിലേക്കുള്ള ഇത് ഹോണ്. അപ്പോൾ ഇത്രയും സ്വിച്ചസാണ് വരുന്നത്. അപ്പം ഇതിനകത്ത് തന്നെ നമുക്ക് സെറ്റിങ്സിൽ ഇനി കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ നമുക്ക് ഓട്ടോ ആക്കിയിടാം. അതായത് നമ്മൾ ഫോണിലൊക്കെ ഓട്ടോ ബ്രൈറ്റ്നസ് ഇല്ല, അതുപോലെ ആക്കിയിടാം. പിന്നെ ലൈറ്റ് ഡാർക്ക്, ഇതിനകത്ത് പിന്നെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ മൂഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇതിപ്പം ഞാൻ ഇട്ടേക്കുന്നത് കെയറാണ്. ഇങ്ങനൊരു ഇതായിരിക്കും, തീമായിരിക്കും ഫ്രണ്ടിൽ വരും. നമ്മൾ എന്താ പറയുക, നമ്മൾ വാൾപേപ്പറൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ വരുന്നതാണ്. പിന്നീട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു തീമുണ്ട്, പിന്നെ വിൻറ്റേജ് ടൈപ്പ് ഒരു തീമുണ്ട്, പിന്നെ ഈ ഒരു ബോൾട്ടിൻ്റെ ഒരു തീമുണ്ട്. ഇത്രയും തീമാണ് വരുന്നത്. ഇതിന് സൗണ്ട് ഉണ്ട് കേട്ടോ. ഞാൻ സൗണ്ട് ഓഫ് ചെയ്തിട്ടിരുന്ന സൗണ്ടും ഉണ്ട്, അതുകൂടെ ഒന്ന് കേൾപ്പിച്ചു തരാം. ഇപ്പോൾ ഇത്രയും മോഡ്സാണുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് നമുക്ക് പാട്ട് കേൾക്കാനും കാര്യങ്ങൾക്കൊക്കെ ആഡ് ചെയ്യും. ഞാനിപ്പോൾ അത് ഓഫ് ചെയ്തിട്ടേക്കുവാണ്. പിന്നെ അതുപോലെ തന്നെ വൈഫൈ വരുന്നുണ്ട്. വൈഫൈ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സൗണ്ടിൻ്റെ ഇതിനകത്ത് നമുക്ക് അത് ഇൻഡിക്കേറ്ററിനും ആഡ് ചെയ്യാം, അതുപോലെ തന്നെ പാട്ടിടുമ്പോൾ കാര്യങ്ങൾക്കും. ഇത് പിന്നെ വരുന്ന സേഫ്റ്റി ലൈറ്റ് വരുന്നുണ്ട്. സേഫ്റ്റി ലൈറ്റ് ഒരെണ്ണം ഞാൻ ഇട്ട് കാണിക്കാം. സേഫ്റ്റി ലൈറ്റ് എല്ലാവർക്കും അറിയാമെന്നായിരിക്കും. ഇപ്പോൾ 2 സൈഡ് നമുക്ക്
ആ ഒരു ഇൻഡിക്കേറ്ററിൽ ലൈറ്റ് കത്തി സേഫ്റ്റി ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ലാമ്പ്. അത് നമുക്ക് ഇവിടെ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ സ്വിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൽ തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ ഓട്ടോ ടേൺ ഓഫ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് നമ്മൾ ഇടുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മളൊരു ഒരു വളവ് പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തനിയെ ഓട്ടോമാറ്റിക്കലി ഇത് കട്ട് ഓഫ് ആയിക്കോളും. ഏകദേശം ഇത്ര 90 ഡിഗ്രിയോ 90 ഡിഗ്രി അല്ല, ഏകദേശം ഒരു ആംഗിൾ പറയുന്നുണ്ട്. അതിനുശേഷം തിരിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി തനിയെ ഒരു 5-6 സെക്കൻഡിനുള്ളിൽ ഇൻഡിക്കേറ്റർ ഓഫ് ആകും. നമ്മളന്ന് പിന്നെ അതിനകത്ത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡിങ്സ്. ഇത് നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട്. അതായത് ഈ ത്രോട്ടിൽ നമ്മൾ തിരിച്ച് പിടിക്കുകയാണെങ്കിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഈ 2 ബ്രേക്ക് യൂസ് ചെയ്യാതെ തന്നെ ഇതിൽ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിയാണ്. ഇത് നമുക്ക് വെക്കേഷൻ മോഡെല്ലാം ഓണാക്കിയിടാം കേട്ടോ. കാരണം നമ്മൾ കുറച്ചാൾ വണ്ടി എടുക്കാതിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. പിന്നെ വരുന്നത് ഇതിനകത്ത് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഡോക്യുമെൻറ്റ്സ് വരുന്നുണ്ട്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ, പിന്നെ അസസ്. പിന്നെ ഇതിനകത്ത് സ്വിച്ച് അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഫോൺ പോലാണ്. അതിനകത്ത് നമ്മൾ ഓട്ടോ ഡൗൺലോഡ് അപ്ഡേറ്റ്സ് ആണ് കിടക്കുന്നത്. ഞാനത് ഓഫ് ചെയ്തിടാൻ മറന്നുപോയി. പിന്നെ അതിൻ്റെ ബോട്ട്. പിന്നെ ഇപ്പോൾ ഏകദേശം ഞാനൊരു 6809 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പർച്ചേസ് ചെയ്ത് 2025 ഫെബ്രുവരി 1 കാണിക്കുന്നത്. പക്ഷേ എനിക്ക് വണ്ടി കിട്ടിയത് 13 തീയതി. ഞാൻ പറഞ്ഞില്ല, ഒരു 10-13 ദിവസത്തോളം എനിക്ക് വണ്ടി കിട്ടാനായിട്ട് ടൈം എടുത്തു. പിന്നെ വെച്ചാൽ ഹെൽപ്പ്, ഇത് നമുക്ക് സപ്പോർട്ടിനായിട്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു ഇതിൽ വരുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇന്നത്തെ റൈഡ് സ്റ്റാറ്റസ് എല്ലാം അറിയാൻ പറ്റും. അതായത് ഇന്ന് വണ്ടി ഓടിച്ചിട്ടില്ല, ഏകദേശം നമ്മൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ആവറേജ് സ്പീഡ് എത്രയാണെന്നറിയാം, ടോപ്പ് സ്പീഡ് എത്രയാണെന്നറിയാം, പിന്നെ എഫിഷ്യൻസി എത്രയാണെന്നറിയാം, നോർമൽ മോഡിൽ എത്ര ഓടിച്ച്, എക്കോ മോഡിൽ എത്ര ഓടിച്ച്, സ്പോർട്സിൽ എത്ര ഓടിച്ച്, ഹൈപ്പറിൽ എത്ര ഓടിച്ച്. അപ്പം പിന്നെ ഇപ്പുറത്ത് വെഹിക്കിൾ സ്റ്റാറ്റസ് അറിയാം. ഞാൻ ഏറ്റവും കൂടുതൽ ഓടിച്ചേക്കുന്ന എത്രയൊക്കെയാണ്. അതായത് നമ്മൾ എക്കോ മോഡിൽ എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്, നോർമലി ഓടിച്ചിട്ടുണ്ട്, സ്പോർട്ടിൽ ഓടിച്ചിട്ടുണ്ട്, ഹൈപ്പർ ഓടിച്ചിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കൊടുക്കും. ഇപ്പം ബാറ്ററി ടെമ്പറേച്ചർ എത്രയാണ്, മോട്ടർ ടെമ്പറേച്ചർ എത്രയാണ്, സേഫ് ആണോ അല്ലയോ, കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എത്ര കിലോമീറ്റർ ഓൾ ടൈം ഓടിയിട്ടുണ്ട്, ഇവിടെ ട്രിപ്പ് ഉണ്ട്. പിന്നെ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ ട്രിപ്പ് മാത്രമാക്കാം. പിന്നെ ഇവിടെ ബ്ലൂടൂത്തിൻ്റെ മാത്രമാക്കാം. പിന്നെ ഇവിടെ എത്ര നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ എത്ര ട്രീ പ്ലാന്റഡ്, ആ കാര്യങ്ങളെല്ലാം കാണിക്കും. ഇവിടെ എത്ര പവർ ആണെന്നുള്ളത് കാണിക്കും. പിന്നെ ടോർക്ക് എത്രയാണെന്നുള്ളതും കാണിക്കുന്നുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് ഈ സൈഡിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ടൈം കാണിക്കും. പിന്നെ ഇപ്പോൾ സ്റ്റാൻഡ് മോഡ് ആയതുകൊണ്ടാണ് ഈ ഒരു സിഗ്നൽ കാണിച്ചേക്കുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി സേവ്ഡ്, അതായത് നമ്മൾ മണി സേവ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഏകദേശം പെട്രോൾ യൂസ് ചെയ്യുമായിരുന്നെങ്കിൽ ഏകദേശം എത്ര രൂപയ്ക്ക് എണ്ണ അടിച്ചാൽ അതിൽ നമുക്ക് എത്ര രൂപ സേവ് ആയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അത് സെയിം തന്നെയാണ്, ഏകദേശം സെയിം തന്നെയാണ് എല്ലാം. 2 സൈഡ് നമുക്കത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്തിടാം. ഇവിടെ ഇപ്പം വേറെ എന്തെങ്കിലും ഇടുവാണെങ്കിൽ ഇവിടെ അടുത്ത സാധനം ഇടാം. പിന്നെ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിലോമീറ്റർ വണ്ടിക്കുള്ള റേഞ്ച്, അതായത് നമ്മൾ പറയുന്ന മൈലേജ് കാര്യങ്ങൾ എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ റേഞ്ച് ആണ് ഇതിന് പറയുന്നത്, മൈലേജിന് പകരം. അപ്പോൾ എത്ര റേഞ്ച് വരുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പം ഇവിടെ ഇനിയിപ്പോൾ 151 കിലോമീറ്റർ, അത് നോർമലാണ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ടെന്നും അറിയാൻ പറ്റും. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ അറിയാൻ പറ്റും. ഇതിപ്പം ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നോർമൽ മോഡിൽ നമുക്ക് ഏകദേശം 151 കിലോമീറ്റർ നമുക്ക് ഓടിക്കാൻ പറ്റും. അതേസമയം എക്കോ മോഡ് ആക്കുവാണെങ്കിൽ 177 കിലോമീറ്റർ നമുക്ക് ഇതിന് റേഞ്ച് കിട്ടുമെന്നാണ് കാണിക്കുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്ട് മോഡിൽ 123 കിലോമീറ്ററും അതുപോലെ തന്നെ 98 കിലോമീറ്റർ ഹൈപ്പർ മോഡിൽ ഓടിക്കാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ, അതായത് 98% ഉള്ളപ്പം കാണിക്കുന്നത്. വണ്ടിയുടെ നെഗറ്റീവായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതുവരെ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്കിൽ നിന്ന് ആരെങ്കിലും ഒന്ന് തെള്ളിയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അപ്പോഴേ വീഴും. കാരണം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അതിനൊരു സ്പേസും ഒന്ന് ചരിവും കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ തന്നെ വണ്ടി ഇനി ഫ്രണ്ടിലോട്ട് ഇനി മറിയും. അങ്ങനെ വീണിട്ടൊരു പാടാണിത്. വണ്ടി ആരെങ്കിലും ഒന്ന് തട്ടിയാൽ മതി. അതുപോലെ തന്നെ ഈ സൈഡിലും ഉണ്ട് അതുപോലെ ഒരു പാട്. അത് രണ്ടാമത് വീണേ. പിന്നെ ഒരു വട്ടം വീണതാണ് ഇവിടുത്തെ ഈ ഒരു നമ്മൾ ചവിട്ടുന്ന ആ ഒരു സാധനവും പോയിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ പോയിട്ട് ആ ഒരു സ്റ്റാൻഡിൻ്റെ കാര്യം. അതുപോലെ തന്നെ ഡബിൾ സ്റ്റാൻഡ് വരുന്നത്, അതായത് സെൻറ്റർ സ്റ്റാൻഡും ഇല്ല.
അപ്പോൾ ആ ഒരു 2 നെഗറ്റീവ് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ സീറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം ഇരുന്നാലും യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരുത്തുന്നില്ല. നല്ലൊരു സീറ്റ് ആണ് നമുക്ക് കൊടുത്തത്. അതുപോലെ ബാക്കി ഇരിക്കുന്നവർക്കാണെങ്കിൽ തന്നെ നല്ലൊരു കംഫർട്ടായിട്ട് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്നൊരു സീറ്റാണ് കൊടുത്തത്. അപ്പം ഇതിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സിമ്പിളുണ്ട് ഡിക്കിയുടെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്കി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ലൊരു സ്പേസാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ ടൂൾ കിറ്റിൻ്റെ ഇതും വരുന്നുണ്ട്. പിന്നെ നമുക്ക് വണ്ടി എടുത്തപ്പോൾ തന്നെ ഒരു 2 ഹെൽമെറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രീ ആയിട്ട് തന്നെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ടാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ചാർജിൻ്റെ കാര്യങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. അപ്പം ഇതാണ് വണ്ടിയുടെ ചാർജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് നമ്മൾ വണ്ടി കുത്തുന്നത്, ഈ ഒരു ഭാഗം നമ്മൾ നമ്മുടെ ബോഡിയിലും കുത്തുന്നതാണ്. അപ്പം ഇതൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് കണക്ട് ചെയ്യുക. കറക്റ്റ് ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു ഭാഗം താഴെ വരുന്ന രീതിയിൽ കുത്തുക. പിന്നെ അതിനുശേഷം നമ്മൾ ഇത് ബോഡിയിൽ കുത്തിയിട്ട് സ്വിച്ച് ഇട്ടിരുന്നാൽ മാത്രം മതി. ഓട്ടോമാറ്റിക് ഇത് ചാർജ് ആയതിനു ശേഷം കട്ടായിക്കോളും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കൊരു 100% ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫോണിൻ്റെയൊക്കെ തിയറി പോലെ തന്നെ ഇത് തനിയെ കട്ടായിക്കോളും. അപ്പോൾ ഇത്രയാണ്. എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് പറഞ്ഞാൽ മതി, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. അപ്പം ഇതിൻ്റെ റേഞ്ചും കാര്യങ്ങളും അറിയണമെങ്കിൽ ഇതിനകത്ത് കാണിക്കുന്ന റേഞ്ച് നമുക്ക് കിട്ടത്തില്ല, അതെല്ലാവർക്കും അറിയാനായിരിക്കും. ഒരു 5, 6, 7, 8, 9, 10 കിലോമീറ്ററിൻ്റെയൊക്കെ ഡിഫറൻസ് വരും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എടുത്തപ്പം നല്ല കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും, എങ്ങനെയാണ് സിസ്റ്റം, പിന്നെ അതുപോലെ തന്നെ വണ്ടിക്ക് മെയിനായിട്ട് നല്ല ടോർക്കാണുള്ളത്. ഒന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ കയറിപ്പോകും. അപ്പം അതറിയാമെന്നായിരിക്കും എല്ലാവർക്കും. ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സുഖമായിട്ട് കയറിപ്പോകും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇച്ചിരി പാടായിരുന്നു. ഒരു 2-3 ദിവസം ഓടിച്ചതിന് ശേഷം ഒക്കെ നമുക്കത് ക്ലിയർ ആയിട്ടുണ്ട്. കാരണം കയ്യിലായിട്ടുണ്ടായിരുന്നു വണ്ടി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് കംഫർട്ടാണ്. എത്ര ദൂരം വേണം പോകാനാണെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പ് തോന്നത്തില്ല. നല്ലൊരു കംഫർട്ടുണ്ട് വണ്ടി ഓടിക്കാനും. അതുപോലെ ബാക്കിൽ ഇരിക്കുന്നവർക്ക് ആ ഒരു മടുപ്പില്ല. പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളും ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. അതോടുകൂടി നമ്മുടെ വീഡിയോ തീരുന്നതായിരിക്കും. അപ്പം വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കും, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് എൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് വെച്ചാൽ. കൂടുതൽ ഇടാതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.